വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനം തുടങ്ങി തൊട്ട് മുന്നോട്ട് വന്ന സമയത്ത് ഓരോ സമയത്തും ഓരോ തരത്തിലേക്കുള്ള വിവാദമാണ്. ഓരോ ദിവസവും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം MSCയുടെ ഇഷ്യൂ എടുത്തു നമ്മൾ നോക്കിയാൽ ഓരോ ദിവസവും ഇത്തരത്തിലേക്കുള്ള വിവാദങ്ങളാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ 3 പേര് ചേർന്ന് ഇവിടെ നമ്മൾ 3 പേരെന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്, പറയുന്ന അദാനി, ഷെയറുകളുടെ വലിപ്പത്തിലും മുടക്കിയ പണത്തിൻ്റെ അകത്തിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും 3 പേരും ഷെയർ ഹോൾഡേഴ്സാണ്. ഒരു നിശ്ചിത വിഭാഗം ഷെയർ മറ്റൊരു ഏജൻസിക്ക് വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും സെൻട്രൽ ഗവൺമെൻറ്റിനെയും അറിയിക്കുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ജസ്റ്റിസാണ്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ അനുവാദം ഇല്ലാതെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാര്യമുണ്ട്. കാരണം പോർട്ടെന്ന് പറയുന്നത് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും റോളുള്ള ഒന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് MSC എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തതിൻ്റെ ലീഗാലിറ്റി. അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു രീതി. നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് കൂടുതൽ വിദേശ നിക്ഷേപത്തിന് വഴിയൊരുങ്ങുകയാണ്. MSC ഗ്രൂപ്പ് അദാനി പോർട്ടിലേക്ക് 13,000 കോടിയുടെ നിക്ഷേപം നടത്തുവാൻ പോകുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിവാദമാണ് പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിവാദത്തിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് തുറമുഖ വിദഗ്ധനായ ശ്രീ നാണു വിശ്വനാഥൻ. ആദ്യമായിട്ട് ഞാനൊരു മാരിടൈം പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു ആകുലത, വിഷമം ഒന്ന് പറഞ്ഞോട്ടെ. കേരളത്തിലെ എന്തിനാണ് എപ്പോഴും ഏത് കാര്യത്തിനും ഇത്രയും അസഹിഷ്ണുതയും വിവാദങ്ങളും എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കൂ. നമുക്ക് 2015 ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കല്ലിടുന്നതിന് മുമ്പ് വരെയും എഗ്രിമെൻ്റ് വരുന്നത് വരെയും ആ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച അത് വളരെ നല്ലതാണ്. പക്ഷേ ആ ചർച്ച ഏതെല്ലാം തരത്തിലേക്കൊരു വിവാദമായിട്ടാണ് നമ്മളതിനെ ചർച്ച ചെയ്യപ്പെട്ടത്. കടൽ കൊള്ള, ആ എഗ്രിമെൻ്റ് ചെയ്യുന്ന സമയത്ത് തീവെട്ടിക്കൊള്ള, കടൽ വിൽക്കുന്നു എന്നൊക്കെയുള്ള തരത്തിൽ ആ ചർച്ച അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം ആ എഗ്രിമെൻ്റ് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം തുറമുഖത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഒരു ഭരണകൂടം ഇരിക്കുമ്പോൾ അതിന് പ്രതിപക്ഷത്തായിട്ടിരിക്കുന്നവർ ആരൊക്കെയാണോ അവർ അതിനെ നിശ്ചിതമായിട്ട് അങ്ങ് വിമർശിക്കുന്ന ഒരു രീതി. അത് കഴിഞ്ഞതിന് ശേഷം അതോടൊപ്പം തന്നെ ഒട്ടും കുറവില്ലാത്ത തരത്തിൽ അതിൻ്റെ ശരിതെറ്റുകളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അത് മാധ്യമങ്ങളുടെ ധർമ്മമാണ്. അവരും അതിൻ്റെ കൂട്ടത്തിൽ. അവിടെയും വിവാദം. ആ വിവാദം നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് നോക്കി ആ വിവാദങ്ങൾ നമ്മൾ അങ്ങോട്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനം തുടങ്ങി തൊട്ട് മുന്നോട്ട് വന്ന സമയത്ത് ഓരോ സമയത്തും ഓരോ തരത്തിലേക്കുള്ള വിവാദമാണ്. ആ വിവാദത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റ് എന്ന നിലയ്ക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കൂടെ കൊടുത്ത ഫണ്ടും അതിനകത്തിലെ അദാനിക്ക് കൊടുത്തിരിക്കുന്ന ഷെയറിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ ഡിസൈൻ, ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്നുള്ള തരത്തിലേക്ക് അതിൻ്റെ ഒരു ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറച്ച് മുന്നോട്ട് വരുന്ന സമയമായപ്പോഴാണ് വീണ്ടും വിവാദങ്ങൾ. പല ഉദ്ഘാടനം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രസംഗവേദിയിലും അതിനുശേഷവും അതിൻ്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള വിവാദം. അത് അങ്ങനെ നീണ്ടുപോയിട്ട് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം വരുന്ന കപ്പലുകളുടെ എണ്ണത്തിനകത്തിൽ വിവാദം. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അവർക്ക് ഈ മാരിടൈം ബോർഡും മറ്റുമൊക്കെ ഇവർക്ക് കൊടുത്തിരിക്കുന്ന കൺസെഷനെ സംബന്ധിച്ചിടത്തോളം വിവാദം. അപ്പം നമ്മൾ മൊത്തത്തിലേക്ക് അങ്ങോട്ട് നോക്കിയാൽ ഓരോ ദിവസവും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം MSCയുടെ ഇഷ്യൂ എടുത്തു നമ്മൾ നോക്കിയാൽ ഓരോ ദിവസവും ഇത്തരത്തിലേക്കുള്ള വിവാദങ്ങളാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ആരോഗ്യകരമായ ചർച്ചയും ആരോഗ്യകരമായ വിമർശനവും വളരെ നല്ലതാണ്. അതാണ് അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒരു ബ്യൂട്ടിയും. എന്നാൽ എന്ത് കാര്യത്തിനും എപ്പോഴും അസഹിഷ്ണുമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് എനിക്ക് തോന്നുന്നില്ല ഈ വ്യാപാര വ്യവസായ രംഗത്തെ നമ്മുടെ നാട്ടിലേക്ക്, ടൂറിസ്റ്റ് രംഗത്തെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി സഹായകരമാകും എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എൻ്റെ അനുഭവത്തിൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇനിയും അടുത്ത നിങ്ങൾ ചോദിച്ചൊരു കാര്യത്തിലേക്ക് വരാം.
ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നം MSC എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനിക്ക്, സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഷിപ്പിംഗ് കമ്പനിക്ക് ഈ വിഴിഞ്ഞം അദാനി പോർട്ടിൻ്റെ 49% ഷെയർ കൊടുത്തിരിക്കുന്നതിനകത്തിലുണ്ടായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള വിഷയം, അത് ശരിയാണോ, അത് ഈ വിഴിഞ്ഞം തുറമുഖത്തിന് കുഴപ്പമുണ്ടാക്കുമോ? ഇതാണ് പൊതുവായിട്ട് ഉയർന്നു വരുന്നൊരു ചോദ്യം. വിഴിഞ്ഞം തുറമുഖം ഒരു പൊതുവായിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് സ്വത്താണ്. അദാനിക്ക് അവിടെ ഒരു നിശ്ചിത ശതമാനം ഷെയർ കൊടുത്തിട്ട് അദാനിയെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇത്ര വർഷത്തിനുള്ളിൽ ആ പോർട്ട് നിർമ്മിച്ചു തരണം, നിർമ്മിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വരുമാനം എടുക്കാം, ഇത്ര വർഷം കഴിയുമ്പോൾ അത് ഞങ്ങൾക്ക് തിരികെ നൽകണം എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഈ തുറമുഖത്തിൻ്റെ പൂർണ്ണമായ അതോറിറ്റി എന്ന് പറയുന്നത് അദാനിക്കാണ് എന്നുള്ളതല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ 3 പേര് ചേർന്ന് ഇവിടെ നമ്മൾ 3 പേരെന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്, പറയുന്ന അദാനി, ഷെയറുകളുടെ വലിപ്പത്തിലും മുടക്കിയ പണത്തിൻ്റെ അകത്തിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും 3 പേരും ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ അങ്ങനെ 3 പേരും ഷെയർ ഹോൾഡേഴ്സായിട്ടുള്ള ഒരു സ്ഥാപനത്തിലെ സ്വാഭാവികമായിട്ടും ഒരു ഷെയർ ഹോൾഡറായിട്ടുള്ള ഒരാൾ, അവർക്ക് കോൺട്രാക്റ്റിനകത്തിലും എഗ്രിമെൻറ്റിനകത്തിലൊക്കെ പറയുന്ന റൈറ്റുകളുണ്ട്. ആ റൈറ്റുകൾ അവർക്ക് ഉപയോഗിക്കാനുള്ള മറ്റ് കാര്യങ്ങളും അവർക്ക് ചെയ്യാം. പക്ഷേ ഇത്തരത്തിലെ കേരളത്തിലെ പ്രത്യേകിച്ച് ഇതുപോലെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റിലെ ജനം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടിയിരിക്കുന്ന ഒരു പ്രോജക്റ്റിലെ ഒരു നിശ്ചിത വിഭാഗം ഷെയർ മറ്റൊരു ഏജൻസിക്ക് വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും സെൻട്രൽ ഗവൺമെൻറ്റിനെയും അറിയിക്കുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ജസ്റ്റിസാണ്. അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇപ്പം അതിനെക്കുറിച്ചിട്ട് പറയേണ്ടത് ഒന്ന് കേരളത്തിൻ്റെ തുറമുഖ വകുപ്പും അല്ലെങ്കിൽ അതിനെ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന വിസിലാണ്. അപ്പോൾ അവരുമായിട്ട് ഇത്തരത്തിലേക്കുള്ള കത്തിടപാടുകളോ മറ്റ് കറസ്പോണ്ടൻസോ നടന്നിട്ടുള്ളതായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇതിനെക്കുറിച്ച് ചീഫ് മിനിസ്റ്ററുടെ ഒരു പ്രസ്താവനയുണ്ട്. നമുക്ക് ചീഫ് മിനിസ്റ്റർ പറയുന്നതാണല്ലോ, അതും പ്രത്യേകിച്ച് നിയമസഭയിൽ പറഞ്ഞേക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു എഗ്രിമെൻറ്റിനെ കുറിച്ചിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ല, ഗവൺമെൻറ്റിൻ്റെ അനുമതി ഇതുവരെയായിട്ട് അത് തേടിയിട്ടില്ല, ഗവൺമെൻറ്റിൻ്റെ അനുമതി തേടാതെ ഇത്തരത്തിലേക്കുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അത് കറക്റ്റായ മറുപടിയാണ് ആ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനകത്തൊരു അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ല. ഈ പറയുന്ന തരത്തിലേക്ക് ഗവൺമെൻറ് അത് അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നു. ഞാനതിനെ ആ അർത്ഥത്തിൽ തന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം ഒരു ബിസിനസ്മാനും 13,000 കോടി രൂപയുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ബയർ ആയാലും ശരി സെല്ലർ ആയാലും ശരി, അത് ഒരു ദിവസം കൊണ്ട് രാത്രി ഉറങ്ങി എണ്ണിച്ച് കഴിയുമ്പോഴത്തേക്ക് തീരുമാനമെടുക്കത്തില്ല. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നിട്ടും കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് ആദ്യമേ അവരുടെ ഇനാഗുറേഷനും മറ്റ് പല കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ് ആയാലും ശരി ഇലക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തീരുമാനം എടുക്കാൻ വേണ്ടി കുറേയേറെ സമയം കാരണം ഇലക്ഷൻ പ്രോട്ടോക്കോളും ഒക്കെ പാലിക്കണം. അപ്പോൾ അതിന് മുമ്പേ നിന്നിട്ട് തൊട്ട് ഒരു പക്ഷേ ഇത്തരത്തിലേക്കുള്ള വിഷയങ്ങൾ ഈ പറയുന്ന അദാനി ഗ്രൂപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം അത് സ്റ്റേറ്റ് ഗവൺമെൻറ് അറിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരെ അറിയിക്കുക എന്നുള്ളതാണ്. അറിയിക്കുമ്പോൾ രാജ്യം എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെതായിട്ടുള്ള കോൺട്രാക്റ്റ് ആക്ട് ഉണ്ട്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ട്, ഫെമായും അപ്പോൾ സെബിയുടെ ബാക്കിയൊക്കെ ഉള്ളതിൻ്റെയൊക്കെയുള്ള പോളിസികളും ബാക്കിയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയത്തിനകത്തിലെ ഇത്തരത്തിലേക്ക് ഒരു MSC പോലുള്ള ഒരു കമ്പനിക്ക് ഇത് ഷെയർ കൊടുത്തിട്ടുണ്ട് അല്ലെ കൊടുക്കാമെന്നുള്ള കാര്യത്തിനകത്തിലേക്ക് എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ, ഇപ്പം ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാര്യമുണ്ട്. കാരണം പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും റോളുള്ള ഒന്നാണ്. കടലിനകത്തിലെ 12 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് അതാത് രാജ്യത്തിൻ്റെ പൂർണ്ണമായ അവകാശത്തിൽ വരുന്നത്, അത് അഡ്മിറാലിറ്റി ജൂറിസ്ഡിക്ഷനകത്തിൽ വരുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിൽക്കുമ്പോൾ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിനെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും അതിനെ കൃത്യതയോടുകൂടി അറിയിച്ച് അതിൻ്റെ ലീഗൽ കൺസെൻ്റ് എടുത്ത് മാത്രമേ ഈ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കഴിയത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മുടെ മുന്നിൽ ഇത്തരത്തിലേക്കുള്ള ഒരു വിഷയം വന്നപ്പോൾ നാം ചെയ്യേണ്ടത് എന്താണ്? ഇതിനെ അങ്ങ് വിവാദമാക്കി, നമ്മളിപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു മെസ്സേജ്, ഒരു വാർത്ത എയർ ചെയ്താൽ 195 രാജ്യത്തും ഒരേ സമയത്ത് പോകുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടത്തേക്ക് വരാൻ നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം
അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഇൻവെസ്റ്റേഴ്സിനായാലും ടൂറിസ്റ്റുകൾക്കായാലും ഇതൊന്നും ഒരു പോസിറ്റീവ് സൈൻ അല്ല നൽകുന്നത്. ഇതൊക്കെ എപ്പോഴും ഒരു എന്താ പറയുന്നത്, നമ്മൾ ചിലപ്പം ഒരു എക്സാമ്പിൾ, ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നെപ്പോലെ അതുകൊണ്ട് 1 കോടി മലയാളികൾ വിദേശത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നാളെ ഇതേ തരത്തിലേക്കുള്ള ഇഷ്യൂസാണ് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യുമോ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് പേടിക്കത്തില്ലേ? അതൊരു അൺസർട്ടനിറ്റി ഉണ്ടോ എന്നുള്ള തരത്തിലേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വരും. അടുത്തതായിട്ട് MSC പോലുള്ള ഒരു കമ്പനിക്ക് ഇത് കൊടുക്കുമ്പം നമ്മളിവിടെ കുത്തക അല്ലെങ്കിൽ പിന്നെന്താ ബൂർഷ പിന്നെ മറ്റ് തലത്തിലേക്കുള്ള വാക്കുകൾക്കൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് ഒരു വലിയ കമ്പനിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ രാജ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്റ്റേറ്റ് അഷ്വർ ചെയ്യേണ്ടത് ഇവർ ഇവിടെ ബിസിനസ് ചെയ്യുന്നതിൻ്റെ സുതാര്യത. ഫോർ എക്സാമ്പിൾ, അവർ ഈ പോർട്ടിനകത്തിലെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു റൈറ്റിലേക്ക് വന്നാൽ, ഒരു മൊണോപ്പൊളിയിലേക്ക് വന്നാൽ പോർട്ടിലെ താരിഫ് ലിഫ്റ്റ് ഓൺ ലിഫ്റ്റ് ഓഫ് ചാർജോ ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ചാർജുകളും ഒക്കെ കൂട്ടിയാൽ ഇവിടുത്തെ എക്സ്പോർട്ടേഴ്സിനെയും ഇമ്പോർട്ടേഴ്സിനെയും അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഒപ്പം തന്നെ നമ്മുടെ പോർട്ടിലേക്ക് വരുന്ന പോർട്ട് ഹാൻഡിൽ ചെയ്യുന്നതും മറ്റു തരത്തിലേക്കുമുള്ള താരിഫ് ഒരു അന്താരാഷ്ട്ര താരിഫിനനുസരിച്ചിട്ട് നമ്മൾക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ മൾട്ടിപ്പിൾ റിസോഴ്സസിൽ നിന്നും നമുക്ക് ആൾക്കാരെ ഇവിടുത്തേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ഷിപ്പേഴ്സിനെ അല്ലെങ്കിൽ എക്സ്പോർട്ടേഴ്സിനെ അല്ലെങ്കിൽ ഇമ്പോർട്ടേഴ്സിനെ നമുക്ക് ആകർഷിക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എങ്കിൽ ഒന്ന് അതിൻ്റെ ലീഗാലിറ്റി, അതുള്ളൊരു വലിയ രാജ്യമാണ്, ലോകത്തിന് തന്നെ ഏറ്റവും നല്ല ലീഗൽ ഫ്രെയിം വർക്കുള്ള വലിയൊരു ജനാധിപത്യ രാജ്യമാണ്. അതിൻ്റെ ലീഗൽ ഫ്രെയിം വർക്ക് നോക്കുക. MSC എന്നല്ല ഏത് ഷിപ്പിംഗ് കമ്പനി ഏതൊരാൾക്കും നമ്മൾ ഷെയർ വിൽക്കപ്പെടുന്ന സമയത്ത് നമ്മൾ അഷ്വർ ചെയ്യുക, അവരിൽ നിന്ന് നമ്മൾ അവരുടെ സുതാര്യതയെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിനകത്തിൽ നമ്മൾ നടത്തേണ്ടത്. പിന്നെ ഷിപ്പിംഗ് ബിസിനസ്സിനകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം മേഴ്സ്ക്, MSC, CMA CGM, ഈ പിന്നെ കോസ്കോ, ഇങ്ങനെ നിരവധി ഷിപ്പിംഗ് കമ്പനികളുണ്ട്. അവർ ഓഷ്യൻ അലയൻസ് പലപ്പോഴും നടത്താറുണ്ട്. അപ്പം ആ ഓഷ്യൻ അലയൻസ് അവർ നടത്തുക എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു പ്രത്യേക സീ റൂട്ടിലേക്ക് കാർഗോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി. ഇപ്പം 4 ഫ്ലൈറ്റ് ഒരിടത്തേക്ക് പോകണം, എല്ലാ ഫ്ലൈറ്റിലും 40-30 പേര് വെച്ചാങ്കിൽ 4 ഫ്ലൈറ്റിന് നഷ്ടമാണ്. നേരെ മറിച്ച് ആ 4 ഫ്ലൈറ്റിനകത്തിലേക്കുള്ള 160 പേരെ കൂടെ ഒന്നിച്ച് ഒരൊറ്റ ഫ്ലൈറ്റിലാണെങ്കിൽ ഒന്നിച്ച് അത് കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള ഓഷ്യൻ അലയൻസുകൾ മേഴ്സ്ക്, നിങ്ങളത് നോക്കാം, P1 P2 എന്നൊക്കെ പറയാം, കുറച്ച് ടെക്നിക്കൽ കാര്യമുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, ഇത്തരത്തിലേക്ക് നടത്താറുണ്ട്. അപ്പം ഈ MSCക്ക് നമ്മളിത് കൊടുക്കുമ്പോൾ തന്നെ ഇവരും മറ്റ് അലയൻസുകളും ബാക്കിയൊക്കെ നടത്താറുമുണ്ട്, ഈ ഷിപ്പിംഗ് കമ്പനികളൊക്കെ തമ്മിൽ. അപ്പം ഷിപ്പിംഗ് ബിസിനസ് എന്ന് പറയുന്നതിനകത്തിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ കമ്പനി മാത്രമായിട്ടല്ല ഈ പറയുന്ന വ്യാപാരം നടത്തുന്നത്. ലോകത്ത് എല്ലായിടത്തും ഈ പറയുന്ന വിവിധ കമ്പനികൾ, വിവിധ ഷിപ്പിംഗ് ലൈനുകൾ, അതിന് ഷിപ്പിംഗ് ലൈൻസ് എന്നാണ് നമ്മൾ വിളിക്കപ്പെടുന്നത്, ഷിപ്പിംഗ് ലൈനുകൾ കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന വ്യാപാരം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു കാര്യത്തിനകത്തിലേക്ക് ഇതിനെ നമ്മളെന്താ പറഞ്ഞത്, ഒരു അസഹിഷ്ണുമായിട്ട് വലിയൊരു ബഹളത്തിലേക്ക് നമ്മൾ പോകാതെ ഇപ്പം തന്നെ ഗവൺമെൻറ് 3 IAS ഓഫീസേഴ്സിനെ ഇതിന് പിന്നെ പരിശോധിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഈ പറയുന്ന IAS ഓഫീസേഴ്സ് ഏതെങ്കിലും ഒരു പിന്നെ മന്ത്രിക്കോ മറ്റൊരാൾക്കോ ഫേവർ ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്നത് എന്താണ്, നമ്മൾ മുൻകാലങ്ങളിലുള്ള ചില എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കും. IAS ഓഫീസേഴ്സ് ആ ഡോക്യുമെൻറ്റുകൾ കൃത്യമായിട്ട് അവർ പഠിച്ചതിന് ശേഷം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഓരോ വിഷയത്തിൻ്റെയും കീഴിലുള്ള സെക്രട്ടറി ആരാണോ അവരതിൻ്റെ കാര്യമായിട്ടുള്ള അതിൻ്റെ ശരിയും തെറ്റുകളും അവർ മനസ്സിലാക്കിയതും അതിൻ്റെ പോരായ്മകളും ബാക്കിയുള്ളത് ഗവൺമെൻറ് മുന്നിലേക്ക് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് അത് പരിശോധിക്കുന്ന സമയത്തും പിന്നെ ഈ ഡോക്യുമെൻറ്റുകളെല്ലാം പബ്ലിക് ഡോക്യുമെൻ്റായിട്ട് കിട്ടുന്നതുമാണ്. അപ്പോൾ അങ്ങനത്തെ പബ്ലിക് ഡോക്യുമെൻ്റായിട്ട് കിട്ടുന്ന സമയത്ത് ഇതിനകത്ത് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികൾക്കും അല്ലെങ്കിൽ കോടതികൾക്കും മറ്റ് ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ വരെയുള്ള ഒരു രാജ്യമാണ് നമുക്ക് തീർച്ചയായിട്ടും അത്തരത്തിലേക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നാം ഇവിടെ ചെയ്യപ്പെടേണ്ടത് നമ്മൾ കുറച്ചുകൂടെ ആ വിവാദത്തിൻ്റെ തീവ്രത ഒന്ന് കുറച്ചുകൊണ്ട് നമ്മുടെ സമുദ്ര എക്കോണമിയെയും ഓഷ്യൻ എക്കോണമിയെയും ചേർത്ത് പിടിച്ച് നാം വളരാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നാം ഒന്ന് നോക്കിയേ, കഴിഞ്ഞ കുറേയേറെ വർഷമായിട്ട് ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടു പോവുക. ഇഷ്ടം പോലെ പൈസ നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു കാരണം കാണുമല്ലോ, ചുമ്മാ തങ്ങൾ അല്ലല്ലോ. ഈ പറയുന്ന മാതിരി നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന എത്ര പേർക്കാണ് ഇവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്?
ഇനി തിരിച്ച് ഞാൻ ഇതേ തരത്തിൽ തന്നെ നിങ്ങളുടെ അടുക്കലേക്ക് ഒരു ചോദ്യം ചോദിക്കുക. ഏറ്റവും ആദരണീയനായിട്ടുള്ള നമ്മുടെ യൂസഫ് അലി സാറ്, അല്ലെ നമ്മുടെ നെസ്റ്റോ എന്ന് പറയുന്ന ദുബൈയിലെ സ്ഥാപനത്തിന്, അങ്ങനെ മലയാളികളുടെ നിരവധി സ്ഥാപനങ്ങളുണ്ട് മിഡിൽ ഈസ്റ്റിലും ലോകരാജ്യങ്ങളിലൊക്കെ. ഇവരെല്ലാം ലോകരാജ്യങ്ങളിൽ പോയിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് യൂസഫ് അലി സാറിനെ പോലുള്ളവർ മറ്റു രാജ്യം പറയുവാണ് ഇവർ വലിയ കുത്തകകളാണ്, ഇവർ ഇന്ന തരത്തിലേക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. DP വേൾഡിനെ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ബിസിനസ് നടത്തുന്ന DP വേൾഡ് നമ്മുടെ വല്ലാർപാടത്ത് വന്നിട്ട് തുറമുഖം എടുത്തിട്ടില്ലേ? മറ്റ് ഇന്ത്യയിലെ പല സ്ഥലത്തും എടുത്തിട്ടില്ലേ? ഏതാണ്ട് 145 പല സ്ഥലത്ത് ലോകരാജ്യങ്ങളിൽ എടുത്തിട്ടില്ലേ? അപ്പോൾ നാം ഒരു പുതിയൊരു സിസ്റ്റത്തിനകത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ചേർന്നുകൊണ്ടേ പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് MSC എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തതിൻ്റെ ലീഗാലിറ്റി, അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു രീതി. പക്ഷേ അത് നമ്മുടെ വിഴിഞ്ഞത്തെയും കേരളത്തിലെ നോൺ മേജർ തുറമുഖത്തെയും കേരളം പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന സമുദ്ര എക്കോണമിയെയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബ്ലൂ എക്കോണമിയിൽ കൂടെ ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കാനുള്ള രാജ്യത്തിൻ്റെ തീവ്ര ശ്രമത്തിന് ഒരു കാരണവശാലും മുറിവേൽപ്പിക്കുന്ന തരത്തിലേക്ക് ആകരുത്. കാരണം നമുക്ക് അവസരങ്ങൾ വേണം, നാട് വളരണം, ഒരു സുസ്ഥിര വികസനത്തിലേക്ക് വേണം, നാട്ടിലെ ചെറുപ്പക്കാർക്ക് നാട്ടിൽ തന്നെ അവസരമുണ്ടാകണം, ഒരു നല്ല നാളെ ഉണ്ടാകണം.